everyone, welcome to vocab short section 7. അപ്പോൾ SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വൊക്കാബുലറി സെഷൻ ആണ് വൊക്കാബ് ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 6 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 7th സെഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇഡിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും സിനോണിയം ഒക്കെ പഠിക്കുന്നതായിരിക്കും. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതും അതുപോലെ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ളതും ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസും സിനോണിയംസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് സി ഐ ടു ഐ വിച്ച് മീൻസ് ടു അഗ്രി വിത്ത് സംവൺ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വ്യൂയിൽ നമ്മൾ കാണുക, അതായത് അവരുടെ വ്യൂ പോയിന്റിൽ നമ്മളും കാണാൻ ശ്രമിക്കുക, ഒരാൾ പറയുന്ന കാര്യം നമ്മൾ അഗ്രി ചെയ്യുക. ആ ഒരു മീനിങ്ങിൽ പറയുന്ന ഇഡിയമാണ് സി ഐ ടു ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ പറയുന്ന ഒരു കാര്യം അതുപോലെ അഗ്രി ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു വേർഡ് നമ്മൾ പറയുന്നത് സി ഐ ടു ഐ വിച്ച് മീൻസ് ടു അഗ്രി വിത്ത് സംവൺ. അടുത്തത് at the drop of a hat which means to do something immediately or without hesitation. അപ്പം എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുക, ഒരു ബ്രേക്ക് ഇടാതെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ പറയുന്ന ഇഡിയമാണ് at the drop of a hat. അതിന് പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് പണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഹാറ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഇഡിയം പറയുന്നത് at the drop of a hat which means to do something immediately or without hesitation. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം സഡൻ ആയിട്ട് പെട്ടെന്ന് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് ഈ ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വൈറ്റ് എലഫന്റ് വിച്ച് മീൻസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ ബട്ട് ഡിഫിക്കൽട്ട് ടു ഡിസ്പോസ് ഓഫ്. അതായത് വൈറ്റ് എലഫന്റ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ ഫീഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം ഒരുപാട് എക്സ്പെൻസും ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സൗണ്ട് ആയിട്ടുള്ള ബെനിഫിറ്റും ഇല്ല. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് വൈറ്റ് എലഫന്റ് എന്ന് പറയുന്നത്. പണ്ട് കിങ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിരുന്നതാണ് വൈറ്റ് എലഫന്റ്. അപ്പം എക്സ്പെൻസീവ് ആയിരിക്കണം, ഒരു ഫിനാൻഷ്യൽ ബേർഡൻ കൊടുക്കുന്ന രീതിയിലായിരുന്നു വൈറ്റ് എലഫന്റിനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ വൈറ്റ് എലഫന്റ് എന്ന് പറയുന്നത്. Something that is expensive to maintain but difficult to dispose of. അടുത്തത് a snake in the grass which means a treacherous or deceitful person. സോറി, അപ്പം എന്തെങ്കിലും ഒരു ചീറ്ററിനെ, അതായത് ചതിക്കുന്ന അങ്ങനത്തെ ഒരാളെ സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണ് a snake in the grass എന്ന് പറയുന്നത്. അപ്പം ഗ്രാസിൽ സ്നേക്ക് ഒളിഞ്ഞിരുന്ന് അവരെ പ്രയെ തേടിയിരിക്കും. അതായത് ഭയങ്കര സൈലന്റ് ആയിട്ട് മൂവ്മെന്റ് ഒന്നും കൊടുക്കാതെ ഗ്രാസിൽ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ടല്ലേ അവർ പ്രേ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു മീനിങ്ങിലാണ്, അതൊരു ഹ്യൂമനെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത, ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാനായിട്ട് പറയുന്ന ഇഡിയമാണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ വൈൽഡ് ഗൂസ് ചേസ് വിച്ച് മീൻസ് എ ഫ്യൂട്ടൈൽ ഓർ ഹോപ്പ്ലെസ് പെർസ്യൂട്ട്. അപ്പോൾ പണ്ട് ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് ഈ എന്താ പറയാ, ഒരു ഗൂസിന്റെ ഷേപ്പിൽ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ചാരിയോട്ട് പോലത്തെ സാധനത്തിലായിരുന്നു അവര് ഹണ്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോപ്പ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ആ ഹണ്ടിങ്ങിന് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈൽഡ് ഗൂസ് ചേസ് പോലെ ആയിരുന്നു. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹണ്ടിങ് നടക്കുമെന്നൊന്നും ഒരു ഹോപ്പും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന, ഒരു ഫണ്ടിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു മീനിങ് വെച്ചിട്ടാണ് എ വൈൽഡ് ഗൂസ് ചേസ് വിച്ച് മീൻസ് എ ഫ്യൂട്ടൈൽ ഓർ യൂസ്ലെസ് ഓർ ഹോപ്പ്ലെസ് പെർസ്യൂട്ട്. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള, ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു പെർസ്യൂട്ടിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്, ഇഡിയമാണ്, ഒരു എക്സ്പ്രഷൻ ആണ് എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. അടുത്തത് ത്രൂ തിക്ക് ആൻഡ് തിൻ ഇൻ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ത്രൂ ഓൾ ഡിഫിക്കൽട്ടീസ്. അതായത് ഡ്യൂറിങ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയൂലേ, അപ്പൊ ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് ഒരുപോലെ കൂടെ നിൽക്കുക എന്നുള്ള മീനിങ്ങിലാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് ഇതൊക്കെ സെയിം മീനിങ് ആണ്. അപ്പൊ നമ്മുടെ ഗുഡ് ടൈംസിൽ മാത്രമല്ല, ബാഡ് ടൈംസിലും അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഒക്കെ കൂടെ നിൽക്കുക, ആ ഒരു മീനിങ്ങിൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഇഡിയമാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. ഇൻ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ത്രൂ ഓൾ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അടുത്തത് ബാഗ് ആൻഡ് ബാഗേജ് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് കംപ്ലീറ്റ്ലി. അതായത് ഒരാളുടെ എല്ലാ ബിലോങ്ങിങ്സും, എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട്, ഓൾ ടുഗദർ ആയിട്ട് പറയുന്നതാണ് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ മീനിങ് ആണ് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് കംപ്ലീറ്റ്ലി. എല്ലാ ബിലോങ്ങിങ്സും, എല്ലാ സാധനങ്ങളും, എല്ലാ ലഗേജും കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ്
ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റെയിൻ ഓൺ someone's parade to spoil someone's plan or happiness. അപ്പം ആരുടെയെങ്കിലും ഒരു പ്ലാനിലോ അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സോ സ്പോയിൽ ചെയ്യുക, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന ഇഡിയമാണ് റെയിൻ ഓൺ someone's parade എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം ഇത് ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവുക, അതിന്റെ ഇടയിൽ കയറി അത് ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഈ ഇഡിയം പറയുന്നത് റെയിൻ ഓൺ someone's parade, which means to spoil someone's plan or happiness. അടുത്തത് കപ്പ് ഓഫ് ടീ, സംതിങ് വൺ ലൈക്സ് ഓർ ഇസ് ഗുഡ് അറ്റ്. അപ്പം കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് ഒരാൾ എൻജോയ് ചെയ്യുന്ന, ഒരാൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസ് ആണ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ കപ്പ് ഓഫ് ടീയുടെ മീനിങ് എന്ന് പറയുന്നത് സംതിങ് വൺ ലൈക്സ് ഓർ ഇസ് ഗുഡ് അറ്റ്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയാ ടാലന്റഡ് ആണ്, വൺ ഈസ് ഗുഡ് അറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര താല്പര്യമുള്ള, അയാൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് വെരി ഹെവിലി, ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുന്നതിനെ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. അപ്പൊ അതിന്റെ ശരിക്കുള്ള മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നല്ല മഴ പെയ്യുമ്പോൾ ക്യാറ്റ്സും ഡോഗ്സും ഒക്കെ എന്തെങ്കിലും ഷെൽട്ടറിന്റെ അടിയിൽ ഒളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര മഴയാകുമ്പോഴേക്കും ആ വെള്ളത്തിനൊപ്പം അവരെ വാഷ് ചെയ്ത് താഴെ കൊണ്ടുവരും. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഹെവി റെയിനെ പറയുന്നത് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന്, വിച്ച് മീൻസ് റെയിനിങ് വെരി ഹെവിലി. ഹെവി റെയിനെ സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ആണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും 10 ഇഡിയംസ് ആണ് ഇന്നുള്ളത്. യു ക്യാൻ നോട്ട് ഇറ്റ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ഇഡിയംസ് ആണ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഇതിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വേർഡ്സും ഉണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം. ആദ്യത്തേത് സൂഫൈൽ, വിച്ച് മീൻസ് വൺ ഹൂ ലവ്സ് അനിമൽസ്. അപ്പൊ നമ്മൾ ബിബ്ലിയോഫൈൽ, അങ്ങനെ സെലിനോഫൈൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലേ, അതേ ഒരു മീനിങ്ങിലാണ് സൂഫൈൽ. അപ്പം അനിമൽസിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് സൂഫൈൽ. ഓക്കെ, അടുത്തത് ഒഫിയോഫോബിയ. അപ്പൊ പല ടൈപ്പ് ഓഫ് ഫോബിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അരക്നോഫോബിയ, എയറോഫോബിയ, ഹൈഡ്രോഫോബിയ, ഇതൊക്കെ. അപ്പൊ ഇവിടെ സ്നേക്സിനോടുള്ള അബ്നോർമൽ ആയിട്ടുള്ള പേടിയെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഒഫിയോഫോബിയ. ഓക്കെ, ഫിയർ ഓഫ് സ്നേക്സ്. അടുത്തത് പ്ലൂട്ടോക്രസി. ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ, ബൈ ദ എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ആണെങ്കിൽ ഡെമോക്രസി എന്ന് പറയും അല്ലെ, ബൈ എ കിങ് ആണെങ്കിൽ മൊണാർക്കി എന്ന് പറയും. അപ്പൊ ഇവിടെ പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത് വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആളുകൾ ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് അവരാണ് ഭരിക്കുന്നതെങ്കിൽ ആ കൈൻഡ് ഓഫ് ഗവൺമെന്റിനെ പറയുന്നതാണ് പ്ലൂട്ടോക്രസി, ഗവൺമെന്റ് ബൈ ദ വെൽത്തി. അടുത്തത് സെനോഫോബ്. സെനോഫോബ് മീൻസ് വൺ ഹു ഫിയേഴ്സ് ഓർ ഡിസ്ലൈക്ക് ഫോറിനേഴ്സ്. അപ്പം ഫോറിനേഴ്സിനെ പേടിക്കുന്ന, അതുപോലെ അവരെ ഇഷ്ടപ്പെടാതിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് സെനോഫോബ്. വൺ ഹു ഈസ് എക്സ്ട്രീംലി ഫിയർഡ് ഓർ those who dislikes foreigners, we can call them xenophobe. അടുത്തത് infallible, incapable of making mistakes or being wrong. തെറ്റുകളൊന്നും ഉണ്ടാക്കാത്ത, റോങ് ആയിട്ടൊന്നും ചെയ്യാത്ത ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് infallible. അപ്പൊ infallible എന്ന് പറയുമ്പോൾ ഓർക്കുക, നോ മിസ്റ്റേക്സ്, മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് infallible. അടുത്തത് philophobic, one who has fear of attachments. പല ടൈപ്പ് ഓഫ് ഫിയേഴ്സ് നമ്മൾ പഠിച്ചു, ഫോബിയാസ് പഠിച്ചു. അപ്പം അറ്റാച്ച്മെന്റ്സ്, ഹ്യൂമൻസ്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാച്ച്മെന്റിനെ പേടിക്കുന്ന ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് that kind of phobia is known as philophobia, or we can call that person is philophobic, one who has fear of attachments. അടുത്തത് lasting for a very short time, ഭയങ്കര കുറച്ച് നേരത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തെ പറയുന്ന വേർഡാണ് എഫിമെറൽ. എറ്റേണൽ എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും തീരാത്ത, ഒരിക്കലും നശിക്കാത്ത, ആ ഒരു മീനിങ്ങിലാണ് എറ്റേണൽ എന്ന് പറയുന്നത്. ഇവിടെ എഫിമെറൽ മീൻസ് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, വളരെ കുറച്ച് നേരം മാത്രം ലാസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് എഫിമെറൽ എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ലിവിയോൺ, ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഫോർഗട്ടൺ ഓർ അൺനോൺ. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത, ഒന്നും ഓർമ്മയില്ലാത്ത, എല്ലാം മറക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഒബ്ലിവിയോൺ എന്ന് പറയുന്നത്. അപ്പം എല്ലാം മറക്കുക, ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ഓർമ്മയില്ല,
ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല, ആ ഒരു മീനിങ്ങിലാണ് ഒബ്ലിവിയോൺ എന്ന് പറയുന്നത്. അടുത്തത് സ്യൂഡോനെയിം, എ ഫിക്ടീഷ്യസ് നെയിം യൂസ്ഡ് ബൈ ആൻ ഓതർ. അപ്പൊ പെൻ നെയിം എന്നൊക്കെ പറയും, ഒരു ഓതർ അവരുടെ സ്വന്തം നെയിം യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള നെയിം യൂസ് ചെയ്യും, അതിനെ പറയുന്നതാണ് സ്യൂഡോണിം എന്ന് പറയുന്നത്. സ്യൂഡോണിം, ഇവിടെ പി സൈലന്റ് ആണ്, സ്യൂഡോണിം. ഓക്കെ, അടുത്തത് ആംഫിബിയൻ. അപ്പം ആംഫിബിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവികളെ, അനിമൽസിനെ പറയുന്ന പേരാണ് ആംഫിബിയൻ എന്ന്. ടേർട്ടിൽ, ക്രൊക്കഡൈൽ ഇതൊക്കെ ആംഫിബിയൻസ് ആണ്. ആൻ അനിമൽ ദാറ്റ് ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ലാസ്റ്റ് നമുക്ക് ഇതിന്റെ വർക്ക്ഔട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് സിനോണിയംസ് നോക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അബാൻഡൺ. അബാൻഡൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയും. ആ ഒരു മീനിങ്ങിലാണ് അബാൻഡൺ എന്ന് പറയുന്നത്. ടു ലീവ് സംതിങ്, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ അതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഫോഴ്സേക്ക്, റെലിങ്ക്വിഷ്, ഡെസേർട്ട്. അപ്പൊ ഈ 3 വേർഡ്സും അബാൻഡന്റെ സിനോണിയംസ് ആണ്. റെലിങ്ക്വിഷ്, ഫോഴ്സേക്ക്, ഡെസേർട്ട്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം വിട്ടുകളയുക, ഒഴിവാക്കുക, സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തെ മാറ്റി നിർത്തുക, ഒരു മീനിങ് ആണ് അബാൻഡൺ. അടുത്തത് എമ്യുലേറ്റ്. എമ്യുലേറ്റിന്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഇമിറ്റേറ്റ്, ആസ്പയർ ടു ഈക്വൽ, മിറർ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇമിറ്റേറ്റ് ചെയ്യുക, മിറർ ചെയ്യുക, അതുപോലെ ആവാൻ നോക്കുക, ഈക്വൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് എമ്യുലേറ്റ് എന്ന് പറയുന്നത്. എമ്യുലേറ്റിന്റെ സിനോണിംസ് ആണ് ഇമിറ്റേറ്റ്, ആസ്പയർ ടു ഈക്വൽ ഓർ മിറർ. അടുത്തത് കോൺസെംപ്ലേറ്റ്. അതിന്റെ സിനോണിംസ് കൺസിഡർ, എൻവിസേജ്, പോണ്ടർ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കൺസിഡർ ചെയ്യുക, അതിനൊരു ഒരു കെയർ കൊടുക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുക, ആ ഒരു മീനിങ്ങിൽ പറഞ്ഞാണ് കോൺസെംപ്ലേറ്റ്. അതിന്റെ സിനോണിയംസ് ആണ് കൺസിഡർ, എൻവിസേജ്, പോണ്ടർ. ഓക്കെ, അടുത്തത് റെസിലിയന്റ്. സിനോണിയംസ് ടഫ്, ഏബിൾ ടു റിക്കവർ ക്വിക്ലി, അഡാപ്റ്റബിൾ. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഏത് സിറ്റുവേഷനെയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ്. അപ്പൊ ഇവിടെ അതിനെ പറയുന്ന അതിന്റെ സിനോണിയംസ് ആണ് ടഫ്, ഏബിൾ ടു റിക്കവർ ക്വിക്ലി ഓർ അഡാപ്റ്റബിൾ. അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനോടും പൊരുത്തപ്പെടുക, അഡാപ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ അത് ഇവിടെ റെസിലിയന്റിന്റെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം ആണ് ടഫ്, ഏബിൾ ടു റിക്കവർ ക്വിക്ലി, അഡാപ്റ്റബിൾ. അടുത്തത് ബെനവലന്റ്. ബെനവലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈൻഡ്നെസ്, ദയ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു മീനിങ് ആണ്. അപ്പം ബെനവലന്റിന്റെ സിനോണിംസ് ആണ് കൈൻഡ്, ജനറസ്, ചാരിറ്റബിൾ. അപ്പം അതുപോലെ ആൾട്രൂയിസ്റ്റിക് എന്നും പറയും, ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരാളോട് ഒരു സിമ്പത്തി, എംപത്തി ഇതൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടുള്ളത്, ആ ഒരു മീനിങ്ങിലാണ് ബെനവലന്റ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിംസ് ആണ് കൈൻഡ്, ജനറസ്, ചാരിറ്റബിൾ. ഓക്കെ, അടുത്തത് ഫോർട്ടിഫൈ. അതിന്റെ സിനോണിംസ് ആണ് സ്ട്രെങ്തൻ, റെയിൻഫോഴ്സ്, ബോൾസ്റ്റർ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്താ പറയാ, സ്ട്രോങ് ആക്കുക, അതിനൊന്ന് റെയിൻഫോഴ്സ് ചെയ്യുക, അതിനെ കുറച്ചും കൂടെ ഒന്ന് എൻകറേജ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക, അതിനെ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ഫോർട്ടിഫൈ എന്ന്. അതിന്റെ സിനോണിംസ് ആണ് സ്ട്രെങ്തൻ, റെയിൻഫോഴ്സ്, ബോൾസ്റ്റർ. ഓക്കെ, അടുത്തത് ഇൻഫേമി. സിനോണിംസ് ഡിസോണർ, നോട്ടോറിറ്റി, ഡിസ്ഗ്രേസ്. എന്തെങ്കിലും ഒരു കാര്യത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, അതിനെ എന്താ പറയാ, ഇൻസൾട്ട് ചെയ്യുക, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ഇൻഫേമി എന്ന്. ഡിസോണർ ചെയ്യുക, അപ്പൊ അതിന്റെ സിനോണിയംസ് ആണ് ഡിസോണർ, നോട്ടോറിറ്റി, ഡിസ്ഗ്രേസ്. ഓക്കെ, അടുത്തത് ഒബ്സൊലേറ്റ്. ഒബ്സൊലേറ്റിന്റെ സിനോണിയംസ് ആണ് ഔട്ട്ഡേറ്റഡ്, ആന്റിക്വേറ്റഡ്, ആർക്കൈക്. എന്തെങ്കിലും ഒരു കാര്യം ഔട്ട്ഡേറ്റഡ് ആയി, അതിനി എന്താ പറയാ, ഇപ്പം റെലവൻസ് ഇല്ല, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, ആ ഒരു റെലവൻസ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറയുന്നതാണ് ഒബ്സൊലേറ്റ് എന്ന്. അതിന് ഇവിടുത്തെ സിനോണിയംസ് ആണ് ഔട്ട്ഡേറ്റഡ്, ആന്റിക്വേറ്റഡ്, ആർക്കൈക്. അടുത്തത് പെരീനിയസ്. സിനോണിയംസ് ഹാംഫുൾ, ഡിസ്ട്രക്റ്റീവ്, ഡെട്രിമെന്റൽ. എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ ഒരു ഭീഷണിയാണ്, ത്രെറ്റനിങ് ആണ്, അത് നല്ലതായിട്ടുള്ളതല്ല, ഒരു നെഗറ്റീവ് മീനിങ്ങിൽ പറയുന്ന വേർഡാണ് പെരീനിയസ് എന്ന്. അതിന്റെ സിനോണിയംസ് ആണ് ഹാംഫുൾ, ഡിസ്ട്രക്റ്റീവ്, ഡെട്രിമെന്റൽ. ഓക്കെ, അടുത്തത് വിൻഡിക്കേറ്റ്. ഇപ്പൊ വിൻഡിക്കേറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈ, ക്ലിയർ ഫ്രം ബ്ലെയിം, എക്സോണറേറ്റ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ന്യായീകരിക്കുക, അതായത് സ്വന്തം ഭാഗം സേഫ് ആക്കുക, ന്യായീകരിക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് വിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിയംസ് ജസ്റ്റിഫൈ,
ക്ലിയർ ഫ്രം ബ്ലെയിം. ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലെയിം, ഒരു കുറ്റപ്പെടുത്തലിൽ നിന്ന് ക്ലിയർ ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക, അതിന് സ്വന്തം ഭാഗത്തെ ശരി ന്യായീകരിക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് വിൻഡിക്കേറ്റ്. ആൻഡ് ഇറ്റ്സ് സിനോണിയംസ് ആർ ജസ്റ്റിഫൈ, ക്ലിയർ ഫ്രം ബ്ലെയിം, എക്സോണറേറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി കുറച്ച് കോണ്ടെക്സ്റ്റുവൽ റെയിൻഫോഴ്സ്മെന്റ് ആണ്. കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഓരോ കാര്യങ്ങളും നോക്കാം. അപ്പൊ ആദ്യത്തെ ഇഡിയംസ് ആണ് കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസിൽ പറയുന്നത്. സി ഐ ടു ഐ, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ദ പാർട്ട്നർ സി ഐ ടു ഐ ഓൺ ദ ബിസിനസ് സ്ട്രാറ്റജി. അപ്പം ഈ ഒരു ഇഡിയം അവിടെ യൂസ് ചെയ്തേക്കുന്നത് എഗ്രിമെന്റ് എന്നുള്ള ബേസിലാണ്. എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ബേസിലാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ദ പാർട്ട്നർ സി ഐ ടു ഐ ഓൺ ദ ബിസിനസ് സ്ട്രാറ്റജി. ആ ബിസിനസ് സ്ട്രാറ്റജി പാർട്ട്നേഴ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു, ഒരുമിച്ച് എഗ്രി ചെയ്തു, ആ ഒരു മീനിങ്ങിലാണ് ദ പാർട്ട്നർ സി ഐ ടു ഐ ഓൺ ദ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വൈറ്റ് എലഫന്റ്. ദ ഓൾഡ് സ്റ്റേഡിയം ബിക്കം എ വൈറ്റ് എലഫന്റ് ഫോർ ദ സിറ്റി. അപ്പൊ ആ പഴയ സ്റ്റേഡിയം ഒരു വൈറ്റ് എലഫന്റ് ആയിട്ട് മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേഡിയം എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ വൈറ്റ് എലഫന്റ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ദ ഓൾഡ് സ്റ്റേഡിയം ബിക്കം എ വൈറ്റ് എലഫന്റ് ഫോർ ദ സിറ്റി. അടുത്തത് എ വൈൽഡ് ഗൂസ് ചേസ്. സെർച്ചിങ് ഫോർ ദ മിസ്സിംഗ് പേപ്പർ വർക്ക് ബിക്കം എ വൈൽഡ് ഗൂസ് ചേസ്. അപ്പം മിസ്സായിട്ടുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ടുള്ള സെർച്ച് എന്ന് പറയുന്നത് ഒരു വൈൽഡ് ഗൂസ് ചേസ് പോലെയാണ്. പ്രത്യേകിച്ച് ഫ്യൂട്ടൈൽ ആയിട്ടുള്ള, ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ള, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ഇതിൽ യൂസ് ചെയ്തതാണ് എ വൈൽഡ് ഗൂസ് ചേസ് എന്നുള്ളത്. സെർച്ചിങ് ഫോർ ദ മിസ്സിംഗ് പേപ്പർ വർക്ക് ബിക്കം എ വൈൽഡ് ഗൂസ് ചേസ്. അടുത്തത് ബാഗ് ആൻഡ് ബാഗേജ്. ദ ഓൾഡ് ടെനന്റ് മൂവ്ഡ് ഔട്ട് ബാഗ് ആൻഡ് ബാഗേജ് ബൈ ദ എൻഡ് ഓഫ് ദ മന്ത്. അപ്പം പെട്ടിയും കിടക്കയെന്ന് മലയാളത്തിൽ പറയും. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എല്ലാ ബിലോങ്ങിങ്സും. അപ്പൊ ഓൾഡ് ടെനന്റ്, അവിടെ താമസിച്ചിരുന്ന ആള് അയാളുടെ എല്ലാ ബിലോങ്ങിങ്സും എടുത്ത് മന്ത് എൻഡ് ആയപ്പോഴേക്കും പോവുകയാണ്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത്. അടുത്തത് കപ്പ് ഓഫ് ടീ. ഹൈക്കിംഗ് ഇൻ മൗണ്ടൻ സീസൺ റിയലി മൈ കപ്പ് ഓഫ് ടീ. അപ്പൊ മൗണ്ടൻസിൽ ഒന്ന് ഹൈക്കിങ്ങിന് പോകുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല, ഭയങ്കര അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഓക്കെ, അടുത്തത് at the drop of a hat. She would travel anywhere at the drop of a hat. അപ്പൊ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഡൻ ആയിട്ട്. അപ്പൊ അവള് ഒരു ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, ഭയങ്കര ഒറ്റ നിമിഷം കൊണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യും. ആ ഒരു മീനിങ്ങിലാണ് പറഞ്ഞത്. ഷി വുഡ് ട്രാവൽ എനിവെയർ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അടുത്തത് a snake in the grass. He seemed friendly at first, but he turned out to be a snake in the grass. അപ്പം അവൻ ആദ്യമേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്, എന്താ പറയാ, അമിയബിൾ ആയിട്ട് തോന്നി. പക്ഷെ പിന്നീടാണ് അയാൾ ഒരു സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണെന്ന് മനസ്സിലായത്. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരു ചീറ്റർ ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ അതിൽ യൂസ് ചെയ്തതാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്ന ഇഡിയം എന്ന് പറയുന്നത്. അടുത്തത് ത്രൂ തിക്ക് ആൻഡ് തിൻ. ദേ പ്രോമിസ് ടു സപ്പോർട്ട് ഈച്ച് അതർ ത്രൂ തിക്ക് ആൻഡ് തിൻ. അപ്പൊ അവര് പ്രോമിസ് ചെയ്തു, എന്ത് ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലും ഒരുമിച്ച് നിൽക്കും, സപ്പോർട്ട് ഈച്ച് അതർ, ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും എന്നവർ പ്രോമിസ് ചെയ്തു. അപ്പം ഇവിടെ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസിനെ സൂചിപ്പിക്കുന്നതാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. അടുത്തത് റെയിൻ ഓൺ സമ്മൺസ് പരേഡ്. ഐ ഡോണ്ട് വോണ്ട് ടു റെയിൻ ഓൺ യുവർ പരേഡ് ബട്ട് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. എനിക്ക് നിന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിന്റെ പ്ലാനിങ്സ് ഒന്നും നശിപ്പിക്കണമെന്നില്ല, ബട്ട് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. പക്ഷേ ഇവന്റ് ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റൂയിൻ സമ്മൺസ് പ്ലാൻ ഓർ ഹാപ്പിനെസ് എന്നുള്ള മീനിങ് ആണ്. അടുത്തത് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വി സ്റ്റേഡ് ഇൻഡോർസ് ഓൾ ഡേ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഞങ്ങൾ ആ ഡേ ഫുള്ള് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഇൻഡോർ ആയിട്ട് സ്റ്റേ ചെയ്തു, ബിക്കോസ് ഇറ്റ് വാസ് ഹെവി റെയിൻ, ഇറ്റ് വാസ് റെയിനിങ് വെരി ഹെവിലി. ആ ഒരു മീനിങ്ങിലാണ് വി സ്റ്റേഡ് ഇൻഡോർസ് ഓൾ ഡേ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ യൂസേജ് എക്സാമ്പിൾസ് ആണ്, കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് ആണ് നോക്കാം. ആദ്യത്തേത് അബാൻഡൺ. ദ ക്രൂ ഹാഡ് ടു അബാൻഡൺ ദ സിങ്കിങ് ഷിപ്പ്. അപ്പം സിങ്കിങ്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷിപ്പിനെ വിട്ടു കളയേണ്ടി വന്നു, ക്രൂവിന് അബാൻഡൺ ചെയ്യേണ്ടി വന്നു. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ അബാൻഡൺ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് ബെനവലന്റ്. ദ ബെനവലന്റ് കിങ് വാസ് ലവ്ഡ് ബൈ ഹിസ് പീപ്പിൾ. ബെനവലന്റ് ആയിട്ടുള്ള, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ആൽട്രുയിസ്റ്റിക് ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള കിങ്ങിനെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമായിരുന്നു.
The benevolent king was loved by his people. അടുത്തത് 45. They decided to fortify the castle walls against attack. അപ്പോൾ അവര് അറ്റാക്കിനെതിരെയായിട്ട് ആ കാസ്റ്റൽ വോൾസിനെ സപ്പോർട്ട് ചെയ്തു, അതിനെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളൊരു മീനിങ്ങിലാണ്. ദി ഡിസൈഡഡ് ടു പ്രൊട്ടക്ട് ദ കാസ്റ്റൽ വോൾസ് അഗെയിൻസ്റ്റ് അറ്റാക്ക്. ഇവിടെ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. അടുത്തത് എമ്യുലേറ്റ്. ആർട്ടിസ്റ്റ് ഓഫൺ എമുലേറ്റ് ദെയർ ഹീറോസ്. അപ്പം ഭയങ്കര ആസ്പയറിംഗ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ അംബീഷ്യസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ആർട്ടിസ്റ്റ് അവരുടെ ഹീറോസിനെ, അവരുടെ റോൾ മോഡൽസിനെ എമുലേറ്റ് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും, കോപ്പി ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയാ മിറർ ചെയ്യും എന്നൊക്കെ പറയാം. അപ്പം ആസ്പയറിംഗ് ആർട്ടിസ്റ്റ് ഓഫൺ എമുലേറ്റ് ദെയർ ഹീറോസ്, അതിന്റെ മീനിങ് ആണ് എമുലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ യൂസ് ചെയ്തേക്കുന്നത് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. അടുത്തത് ഇൻഫേമി. ഹിസ് ബിട്രയൽ ഏൺഡ് ഹിം എറ്റേണൽ ഇൻഫേമി. അയാളുടെ ചതി, അയാളുടെ വഞ്ചന അയാളെ എല്ലാരിൽ നിന്നും എന്താ പറയാ ഹേറ്റ്രഡ് സമ്പാദിച്ചു, അല്ലെങ്കിൽ അയാളെ എല്ലാവരും വെറുത്തു, ഇൻഫേമി ഉണ്ടാക്കി കൊടുത്തു, ഡിസോണർ. ആ ഒരു മീനിങ്ങിലാണ് അയാൾ എന്താ പറയാ ഭയങ്കര ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. അടുത്തത് കോണ്ടംപ്ലേറ്റ്. ഷി വുഡ് ഓഫൺ കോണ്ടംപ്ലേറ്റ് ദ മീനിങ് ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ കോണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കെയർ കൊടുത്ത് കാണുക. അപ്പൊ മീനിങ് ഓഫ് ലൈഫ്, ഷി ഓഫൺ കോണ്ടംപ്ലേറ്റ് ദ മീനിങ് ഓഫ് ലൈഫ്. അപ്പം ലൈഫിനെ ഭയങ്കര എന്താ പറയാ സീരിയസ് ആയിട്ട് ഭയങ്കര കെയർഫുൾ ആയിട്ട് കാണാന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അടുത്തത് ഒബ്സലേറ്റ്. ടൈപ്പ് റൈറ്റേഴ്സ് ബിക്കം ഒബ്സലേറ്റ് വിത്ത് ദ ആഡ്വെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നതോടെ ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ ഒബ്സലേറ്റ് ആയിട്ട് മാറി, ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി. അപ്പൊ അതിപ്പോ റെലവെന്റ് അല്ല, അതിനിപ്പോ ഒരു റെലവൻസും ഇല്ല എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അടുത്ത പെരീനീഷ്യസ്. ദ പെരീനീഷ്യസ് റൂമർ ഡാമേജ് ഹിസ് റെപ്യൂട്ടേഷൻ. അപ്പൊ ആ പെരീനീഷ്യസ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള റൂമർ അയാളുടെ കംപ്ലീറ്റ് എൻറ്റയർ റെപ്യൂട്ടേഷനും ഡാമേജ്ഡ് ആക്കി, നശിപ്പിച്ചു. അടുത്തത് റെസീലിയന്റ്. ഡിസ്പൈറ്റ് മെനി സെറ്റ് ബാക്സ് ഹർ സ്പിരിറ്റ് റിമൈൻ റെസീലിയന്റ്. ഇപ്പൊ ഒരുപാട് എന്താ പറയാ മോശം അഡ്വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടായിട്ടും അവള് റെസിലിയന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു, എല്ലാം ഫേസ് ചെയ്തു. ഒരുപാട് ഡൗൺഫോൾ ഉണ്ടായിട്ടും ഭയങ്കര ഒരുപാട് സെറ്റ് ബാക്സ് അല്ലെങ്കിൽ ഡൗൺഫോൾ ഉണ്ടായിട്ടും ഹർ സ്പിരിറ്റ് റിമൈൻ റെസിലിയന്റ്, ഹർ സ്പിരിറ്റ് റിമൈൻ സ്ട്രോങ്. ഓക്കെ. അടുത്തത് വിൻഡിക്കേറ്റ്. ദ ന്യൂ എവിഡൻസ് ഹെൽപ് ടു വിൻഡിക്കേറ്റ് ദ ഇന്നസെന്റ് മാൻ. അപ്പം പുതിയ എവിഡൻസ് എന്ന് പറയുന്നത് ഇന്നസെന്റ് മാൻ, ആ നിഷ്കളങ്കനായിട്ടുള്ള മാനെ ആ കുറ്റത്തിൽ നിന്നും എന്തോ രക്ഷിക്കാനായിട്ട് പറ്റി, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ള മീനിങ് ആണ് ഇവിടെ. അപ്പം അയാൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് എന്ത് വന്നു, പുതിയ എവിഡൻസ് വന്നു. ഓക്കെ. അപ്പൊ ഇതാണ് വിൻഡിക്കേറ്റ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദ ന്യൂ എവിഡൻസ് ഹെൽപ് ടു വിൻഡിക്കേറ്റ് ദ ഇന്നസെന്റ് മാൻ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇതിന് ഓരോന്നിന്റെ ആൻസർ നോക്കാം. അപ്പൊ ആദ്യത്തത് സൂഫൈഡ്. അപ്പൊ ഇവിടെ എന്താ വൺ ഹൂ ലവ്സ് അനിമൽസ് ആണ് ആൻസർ വരുന്നത്. സൂഫൈഡ് മീൻസ് വൺ ഹൂ ലവ്സ് അനിമൽസ്. അടുത്തത് ഇൻഫാലിബിൾ. ഇൻഫാലിബിളിന്റെ മീനിങ് എന്താ? ഇൻകാപ്പബിൾ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാത്ത, തെറ്റൊന്നും വരുത്താത്ത ആ ഒരു മീനിങ്ങിലാണ് ഇൻഫാലിബിൾ എന്ന് പറയുന്നത്. അടുത്ത ഫിലോഫോബിക് മീൻസ് വൺ ഹൂ ഹാസ് ദ ഫിയർ ഓഫ് അറ്റാച്ച്മെന്റ്സിനോട് പേടിയുള്ള ഒരാളെ പറയുന്നതാണ് ഫിലോഫോബിക്. അടുത്തത് ഒഫിയോഫോബിയ ഇസ് ദ അബ്നോർമൽ ഫിയർ ഓഫ് സ്നേക്സ്. അപ്പൊ സ്നേക്സിനോടുള്ള അബ്നോർമൽ ആയിട്ടുള്ള പേടി, ആ കൈൻഡ് ഓഫ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോബിയ വിച്ച് മീൻസ് ഫിയർ ഓഫ് സ്നേക്സ്. അടുത്തത് എഫിമെറൽ ഈസ് സംതിങ് വിച്ച് ഈസ് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അടുത്തത് പ്ലൂട്ടോക്രസി, ഗവൺമെന്റ് ബൈ ദ വെൽത്തി. അപ്പം റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകൾ റൺ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്, അവർ കൊണ്ടുപോകുന്ന ലോ ആണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ലീവിയോൺ, ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഫോർഗട്ടൺ. അപ്പം ഭയങ്കരമായിട്ട് മറക്കുക അല്ലെങ്കിൽ എല്ലാവരും മറന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെ പറയുന്നതാണ് ഒബ്ലീവിയോൺ. അടുത്തത് സ്യൂഡോണിയം, എ ഫിക്ടീഷ്യസ് നെയിം യൂസ്ഡ് ബൈ ആൻ ഓതർ. ഒരു ഓതർ എടുക്കുന്ന ഒരു പെൻ നെയിം അല്ലെങ്കിൽ ഒരു ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു നെയിം, അതിനെ പറയുന്നതാണ് സ്യൂഡോണിയം. അടുത്തത് സിനോഫോബ്, വൺ ഹൂ ഹാസ് ഫിയർ ഓഫ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ വൺ ഹൂ ഡിസ്ലൈക്സ് ഫോറിനേഴ്സ്. ഫോറിനേഴ്സിനോട് പേടിയുള്ള അല്ലെങ്കിൽ അവരെ ഇഷ്ടമല്ലാത്ത കൈൻഡ് ഓഫ് ആളുകളെ പറയുന്നതാണ് സിനോഫോബ്. അടുത്തത് ആംഫിബിയൻ, an animal that can live both on land and in water.
ഒരേ സമയം ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റുന്ന അനിമൽസിനെ പറയുന്നതാണ് ആംഫിബിയൻ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് animal that can live both on land and in water. അപ്പൊ നമ്മൾ ഇന്ന് 10 idioms പഠിച്ചു, അതിന്റെ കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് നോക്കി, പിന്നെ സിനോണിയംസ് നോക്കി, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കി, വർക്ക്ഔട്ട് ചെയ്തു. അപ്പം ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി അടുത്ത സെഷൻ ആകുമ്പോഴേക്കും ഇനി ഒരു അടുത്ത 10 idioms സിനോണിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.